എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു പെർഫോമൻസ് ഉണ്ട്, സ്കിറ്റ്. വളരെ ഇമോഷണൽ ആയ ഒരു സ്കിറ്റ് ആണ് അടുത്തത്. ഇതിനായി മൻഹ മിഷാരി സുൽത്താൻ, ആരാധ്യ എ, ദേവി നന്ദ എസ്, ഗൗരി നന്ദ എസ്, ലക്ഷ്യ രഞ്ജിത്ത്, അർപ്പിത എം കുറുപ്പ്, സഹസ്ര ജി നായർ, അമ്മയ കമൽ, അനന്യ ദീപു, നിവിൻ അബ്രഹാം, ആരുഷ് ആർ നായർ, ആദിഷ് അജേഷ്, നിവേദ് ആർ നായർ, വരുൺ എസ് വാര്യർ, വിനായക് സാഗർ, ധ്രുവ് കൃഷ്ണ, നേതൻ എബ്രഹാം, അനൂപ്, അശ്വിൻ പി, ദ്രുപദ് എ, അഭിരാം എമ്മിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇവിടെ ഇപ്പോൾ അമ്മ എന്ന ONV കവിതയുടെ ദൃശ്യാവിഷ്കാരമാണ് അരങ്ങേറുന്നത്. കവിത ONV കുറുപ്പ്, തിരക്കഥ VS രാജേഷ്, റെക്കോർഡിംഗ് സരിഗമ റെക്കോർഡിംഗ് സ്റ്റുഡിയോ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ അജയ് രവി, കവിതാലാപനം വീണ രാജീവ്. ശബ്ദം നൽകിയവർ വീണ രാജീവ്, അജയ് രവി, VS രാജേഷ്, അനൂപ് ശിവാനന്ദൻ, മോഹനകുമാർ, വരുൺ നായർ. പശ്ചാത്തലം രേണുക വിപിൻ. രംഗസജ്ജീകരണം രാധാകൃഷ്ണ പിള്ള. നൃത്തം സ്വാതി നന്ദകുമാർ. അഭിനേതാക്കൾ ആദിഷ് അജേഷ്, ആരുഷ് ആർ നായർ, ദ്രുപദ് എ, വരുൺ എസ് വാര്യർ, നിവേദ് ആർ നായർ, നിവിൻ എബ്രഹാം മാത്യു, നേതൻ എബ്രഹാം അരുൺ, ധ്രുവ് കൃഷ്ണ, വിനായക് സാഗർ, അഭിരാം എം, അശ്വിൻ, ഗൗരി നന്ദ എസ്, അനന്യ ദീപു, അമേയ കമൽ, മൻഹ മിഷാരി സുൽത്താൻ, സഹസ്ര ജി നായർ, അർപ്പിത എം കുറുപ്പ്, ലക്ഷ്യ രഞ്ജിത്ത്, ആരാധ്യ എ, ദേവി നന്ദ എസ്. സംവിധാനം സുമയ്യ നൂർജഹാൻ. മലയാളത്തിന്റെ കാവ്യസൂര്യൻ മഹാകവി ONV കുറുപ്പ് രചിച്ച അമ്മ എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരമാണ് ഇവിടെ വേദിയിൽ അരങ്ങേറുന്നത്. കിഴക്കൻ യൂറോപ്യൻ രാജ്യത്തെ പുരാതനമായ നഗരത്തിലെ ഇടിഞ്ഞുപൊളിഞ്ഞ ഒരു കോട്ടമതിലിനു മുന്നിൽ ഒരു കൈയും മാറും പുറത്തേക്കു നീട്ടിയ നിലയിൽ ഒരു സ്ത്രീയുടെ ശില്പമുണ്ടായിരുന്നു എന്ന ഒരു നാടോടിക്കഥ അദ്ദേഹത്തിന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. തന്റെ കുടുംബത്തിന്റെ അഭിമാനം സംരക്ഷിക്കാനായി കോട്ടമതിലിൽ ബലി നൽകപ്പെട്ട ആ സ്ത്രീയുടെ കഥ അദ്ദേഹം വടക്കൻ പാട്ടിന്റെ ശീലിൽ അമ്മ എന്ന കവിതാരൂപത്തിൽ എഴുതി. ജനഹൃദയങ്ങൾ കീഴടക്കിയ അമ്മ എന്ന കവിത ബാംബിനോയിലെ കുരുന്നുകൾ നിങ്ങൾക്ക് മുന്നിൽ ഒരു ദൃശ്യാവിഷ്കാരമായി അവതരിപ്പിക്കുന്നു. പേരവർ കൽപ്പണിക്കാർ ഓരമ്മ പെറ്റവരായിരുന്നു. 9 പേരും അവരുടെ നാരിമാരൊൻപതും ഒന്നിച്ചു വാണിരുന്നു. കല്ലുകൾ ചെത്തിപ്പടുക്കുമാ കൈകൾക്ക് കല്ലിനേക്കാളുറപ്പായിരുന്നു. നല്ല പകുതികൾ നാരിമാരോ കല്ലിലെ നീരുറവായിരുന്നു. ഒരു കല്ലടുപ്പിലെത്തിയില്ലല്ലോ അവരുടെ കഞ്ഞി തിളച്ചിരുന്നു. ഒരു കല്ലടുപ്പിലെത്തിയില്ലല്ലോ അവരുടെ കഞ്ഞി തിളച്ചിരുന്നു. ഒരു വിളക്കിൻ വെളിച്ചത്തിലല്ലോ അവരുടെ തീനും തിമി
നമ്മൾ ഇനി എന്തു ചെയ്യും? ഭിത്തി ഉറയ്ക്കുന്നില്ലല്ലോ. അധികാരികൾ അറിഞ്ഞു, നമ്മൾ എന്ത് സമാധാനം പറയും? ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം. എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. രൂപഭംഗി കൊണ്ടും ശില്പചാരുത കൊണ്ടും മാലോകരെ വിസ്മയിപ്പിച്ച മഹാസൗധങ്ങൾ നിർമ്മിച്ചവരാണ് നിങ്ങൾ. നാടിന്റെ അഭിമാനമായ ഈ ഗോപുരം പൂർത്തിയാക്കാൻ എന്തേ നിങ്ങൾക്ക് കഴിയുന്നില്ല? വാഴുന്നവരെ, ഇതിന്റെ ഭിത്തി ഉറയ്ക്കുന്നില്ല. ഞങ്ങൾ 9 പേരും മാറി മാറി പണിതു. കല്ലുകളൊക്കെ മാറ്റിപ്പണിതു, ചാന്ത് മാറ്റി കുഴച്ചു നോക്കി, ചാർത്തുകളൊക്കെയും മാറ്റി മാറ്റി നോക്കി. തെറ്റിയത് എന്താണെന്നോ എവിടെയാണെന്നോ അറിയില്ല. ഭിത്തി ഉറയ്ക്കുന്നില്ല. ജോത്സരെ, കവടി നിരത്തി ഒരു പരിഹാരം നിർദ്ദേശിക്കുക. ഭിത്തി മണ്ണിൽ ഉറയ്ക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഒരു ജീവൻ ബലി കൊടുക്കണം. ഇവർ 9 പേരുടെ ഭാര്യമാരിൽ ഒരാളെ ഭിത്തിയോട് ചേർത്ത് കല്ല് കെട്ടിയാൽ ഭിത്തി മണ്ണിൽ ഉറയ്ക്കും. വാഴുന്നവരെ, ഞങ്ങൾക്കതിന് കഴിയില്ല. കഴിയണം. ഞാൻ ഈ നാടിന്റെ അധികാരിയാണ്. ഇത് എന്റെ കൽപ്പനയാണ്. നിങ്ങളുടെ ഭാര്യമാരിൽ ആരെ ബലി കൊടുക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നമ്മൾ 9 പേരുടെ ഭാര്യമാരും നമുക്ക് പ്രിയപ്പെട്ടവരാണ്. നമ്മളിൽ ഒരാൾ ഇല്ലാതാകുന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇത് കൽപ്പനയാണ്, ധിക്കരിക്കാൻ കഴിയില്ല. ആരെ നമ്മൾ മാറ്റി നിർത്തും? ആരുടെ ജീവൻ നമ്മൾ ബലി കൊടുക്കും? ഞാൻ 9 പേരിലും മൂത്തവനാണ്. ഞാൻ പറയുന്നത് എല്ലാവരും അനുസരിക്കണം. ഇന്നുച്ചയ്ക്ക് ആരാണോ കഞ്ഞിയുമായി വരുന്നത്, അവളെ ചേർത്ത് ഈ മതിൽ പടുക്കണം. അവൾ നമ്മുടെ മാനം കാക്കും. 9 പേരവർ കൽപ്പണിക്കാർ, 9 മേയും ഒരു മനസ്സും. എങ്കിലും 9 പേരും അപ്പോൾ സ്വന്തം വധുമുഖം മാത്രമോർത്തു. സ്വന്തം വധുമുഖം മാത്രമോർത്തു. കഞ്ഞിക്കലവും തലയിലേന്തി കയ്യാലെ താങ്ങിപ്പിടിച്ചുകൊണ്ടേ മുണ്ടകപ്പാടവരമ്പിലൂടെ മുന്നിലെ ചെന്തങ്ങിൻ തോപ്പിലൂടെ ചുണ്ടത്ത് തുമ്പച്ചിരിയുമായി മണ്ടിക്കിതച്ചു വരുന്നതാരോ മൂക്കിന്റെ തുമ്പത്ത് തൂങ്ങി നിന്നു. മുത്തുപോൽ ഞാത്തുപോൽ വേർപ്പു തുള്ളി മുന്നിൽ വന്നങ്ങനെ നിന്നവളോ മൂത്തയാൾ വേട്ട പെണ്ണായിരുന്നു. നീ എന്തിന് കഞ്ഞിയുമായി വന്നു? ഇന്ന് കഞ്ഞിയുമായി വരേണ്ടത് എന്റെ ഊഴമാണ്. കോട്ടിയ പ്ലാവില മുന്നിൽ വച്ചു, ചട്ടിയിൽ കഞ്ഞിയും പാർന്നു വച്ചു. ഒറ്റത്തൊടു കറി കൂടെ വെച്ചു, 9 പേർക്കും വിളമ്പി വച്ചു. ഒറ്റത്തൊടു കറി കൂടെ വച്ചു, 9 പേർക്കും വിളമ്പി വച്ചു. കുഞ്ഞിനെ തോളിൽ കിടത്തി തന്റെ കുഞ്ഞിന്റെ അച്ഛനടുത്തിരിക്കെ ഈ കഞ്ഞിയൂട്ടൊടുക്കത്തെയാണെന്ന് ഓർക്കുവാൻ ആസാദിക്കായതില്ല.
ഏട്ടത്തി, മഹാസൗധങ്ങൾ നിർമ്മിച്ച ഞങ്ങൾക്ക് ഈ ഗോപുരം പണിത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. നമ്മുടെ കുലത്തിന്റെ അഭിമാനം സംരക്ഷിക്കേണ്ടത് ഇനി നീയാണ്. നിന്റെ ജീവനിൽ വേണം ഈ ഗോപുരം പടുത്തുയർത്താൻ. കാര്യങ്ങളെല്ലാം അറിഞ്ഞവാറേ ഈറനാം കണ്ണ് തുടച്ചുകൊണ്ടേ അന്ത്യമാം തന്നഭിലാഷമപ്പോൾ അഞ്ജലി പൂർവം അവൾ പറഞ്ഞു. എന്റെ ഭർത്താവിൻ്റെയും സഹോദരങ്ങളുടെയും അഭിമാനം കാക്കേണ്ടത് എന്റെ ധർമ്മമാണ്. ഞാൻ എന്റെ ജീവൻ ബലി നൽകാം. പക്ഷേ അവസാനമായി എനിക്കൊരു അപേക്ഷയുണ്ട്. ചെത്തിമിനുക്കിയ കല്ലുകൊണ്ട് എന്നെ ഈ ഭിത്തിയോട് ചേർത്ത് കെട്ടി മറയ്ക്കുമ്പോൾ എൻ്റെ പാതി നെഞ്ചും ഈ കൈയും കെട്ടിമറക്കരുത്. എൻ്റെ ഈ പൊന്നോമന വിശന്ന് കരയുമ്പോൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. ഈ കയ്യാൽ എൻ്റെ കുഞ്ഞിനെ ഏറ്റുവാങ്ങി എനിക്ക് മുലയൂട്ടണം. അതിനെന്നെ അനുവദിക്കണം. ഒൻപതു കൽപ്പണിക്കാർ പടുത്ത് വമ്പിയെന്നോരാ കോട്ടതൻ മുൻപിൽ ഇന്നു കണ്ടേന പെണ്ണിൻ അപൂർണ സുന്ദരമായ വെൺശിലാശില്പം. എന്തിനോ വേണ്ടി നീട്ടി നിൽക്കുന്ന ചന്തമോലുന്നൊരാ വലം കൈയും ഞെട്ടിൽ നിന്നു പാൽത്തുള്ളികൾ ഊറും മട്ടിലുള്ളോരാ നഗ്നമാം മാറും കണ്ടുണർന്നെന്റെ ഉള്ളിലെ പൈതൽ അമ്മ അമ്മ എന്നാർത്തു നിൽക്കുന്നു. പൈതൽ അമ്മ അമ്മ എന്നാർത്തു നിൽക്കുന്നു. Please give them a big round of applause. This skit required a lot of efforts from our teachers and our students.